നാരായണ. ഓം. ശ്രീമദ് വാത്മീകി രാമായണം 8ാമത്തെ ഭാഗം ഇപ്പോൾ ശ്രീരാമൻ അവതരിക്കുന്നതായിട്ടുള്ള ആ കഥകളിലൂടെ പറയപ്പെടുകയാണ്. എല്ലാവരും ഇത് വാൽമീകി രാമായണം കഥ മാത്രം പറയുന്നത് മുഴുവനായിട്ടും കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്യുവാനായിട്ടും പ്രാർത്ഥിക്കണം. ഒരുപാട് സമയം വേണമല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. പറയുന്നത് അത്ര സുഖമൊന്നുമില്ല കേട്ടോ കേൾക്കാൻ എന്ന് പറയുന്നവരുണ്ടാവാം. അതൊന്നും ഇവിടെ വിഷയമില്ല. രാമായണത്തിൽ പറഞ്ഞത് മുഴുവൻ പറയുക എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അത് ശ്രവിക്കുക. ഇത് 8ാമത്തെ ഭാഗമാണ്. 57 സർഗങ്ങളുണ്ട് ഈ ബാലകാണ്ഡത്തിൽ. 7 കാണ്ഡങ്ങൾ, 500-ലധികം സർഗങ്ങൾ, 24,000 ശ്ലോകങ്ങൾ. അതിൻ്റെ കഥകളെ മാത്രം പറയണു. പ്രധാനപ്പെട്ടതായിട്ടുള്ള ശ്ലോകങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യണം. നമുക്കത് കേൾക്കാം. ഇവിടെ പറഞ്ഞു വെച്ചത് ബ്രഹ്മാവും വിഷ്ണുവും കൂടി വന്ന് അനുഗ്രഹിച്ചതായിട്ടുള്ള രംഗവും ഭഗവാൻ അവതരിച്ചോളാം എന്ന് പറഞ്ഞതും രാവണ നിഗ്രഹാർത്ഥം മനുഷ്യരൂപത്തിൽ തന്നെ ദശരഥന് പുത്രനായിട്ട് 4 മൂർത്തിഭാവത്തിൽ ഞാൻ വരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇതിന് ശേഷമുള്ള രംഗങ്ങളാണ്. മഹാത്മാവായിട്ടുള്ള ഈ രാജാവിൻ്റെ പുത്രൻ എന്ന നിലയ്ക്ക് വിഷ്ണു കൈക്കൊണ്ടതായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ മുഴുവൻ വിസ്തരിച്ച് പറയുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എന്തിനാണ് രാമായണം കേൾക്കുന്നത്? ധർമാർത്ഥ കാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമ സീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ശ്രീരാമശരണം സമസ്ത ജഗതാം രാമം വിനാ കാഗതി. രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം നമ. രാമാൽത്രാസ്യതി കാലഭീമഭുജഗോ രാമസ്യ സർവം വശേ. രാമേ ഭക്തിരഖണ്ഡിത ഭവതു മേ രാമ ത്വമേവാശ്രയ. മറ്റൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. രാമനിൽ ഭക്തി ഉണ്ടാവുക. രാമനും സീതയും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഹനുമാനും ഒപ്പമുള്ളതായിട്ടുള്ള വിഷ്ണു അവതാരമായിട്ടുള്ള മർത്യനായ ശ്രീരാമചന്ദ്ര പ്രഭു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. അപ്പോൾ സത്യസന്ധനായിട്ടുള്ള വീരനായിട്ടുള്ള ഹിതൈഷിയുമായിട്ടുള്ള ലോകഹിതം, ദേവഹിതം, ജീവഹിതം ഇത് പാലിക്കുന്നതായിട്ടുള്ള വിഷ്ണുവിൻ്റെ സഹായത്തിനായിക്കൊണ്ട് നിങ്ങളെല്ലാവരും ദേവന്മാരോട് ബ്രഹ്മാവ് മഹാവിഷ്ണു പറഞ്ഞതായിട്ട് പറയാണ്. എല്ലാവരും വാനരജാതിയിൽ ജന്മം കൊണ്ട് ഭഗവാനെ സഹായിക്കണം. അവരവരുടെ രൂപം ധരിക്കാൻ ഓരോരുത്തർക്കും കഴിവുണ്ട്, ദേവന്മാരായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അവതരിക്കുക. മുഖ്യകളായിട്ടുള്ള അപ്സര സ്ത്രീകൾ, ഗന്ധർവ സ്ത്രീകൾ, യക്ഷകന്യകന്മാർ, നാഗകന്യകമാർ, ഋഷി സ്ത്രീകൾ, വിദ്യാധര സ്ത്രീകൾ, കിന്നരികൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഗണങ്ങളുണ്ട്, ദേവഗണങ്ങൾ, സ്ത്രീകൾ. അവരൊക്കെ വാനര രൂപത്തിലുള്ള രൂപത്തെ സ്വീകരിക്കാം. എന്നിട്ട് മായികമായിട്ടുള്ള വിദ്യകൾ അറിയുന്നതായിട്ടുള്ള ശൂരന്മാരായിട്ടുള്ള വായുവേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഈ നയജ്ഞന്മാരായ ബുദ്ധിസമ്പന്നന്മാരായ വിഷ്ണുതുല്യ പരാക്രമികളായിട്ടുള്ള അജയ്യന്മാരായിട്ടുള്ള ഉപായജ്ഞന്മാരായിട്ടുള്ള ദിവ്യ ആകാരന്മാർ, ദിവ്യ രൂപത്തെ സ്വീകരിക്കുന്നവരായിട്ടുള്ള സർവശാസ്ത്ര വിദ്യാസമ്പന്നരായിട്ടുള്ള ഭാവത്തിൽ വാനരന്മാരായിട്ട് പിറക്കൂ. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ദേവീ ദേവഗണങ്ങളാണ് വാനരന്മാരായിട്ട് പിറന്നത്. ഈ ഋക്ഷപുങ്കവനായിട്ടുള്ള കരടി, ഋക്ഷം കരടിയാണ്. അത് ജാമ്പവാനെ ഞാൻ മുന്നേ തന്നെ ഭൂമിയിൽ എത്തിച്ചിട്ടുണ്ട്. എൻ്റെ ജൃംഭണ ഒരവസ്ഥയാണത്, കോട്ടുവായ. ആ കോട്ടുവായിൽ നിന്നാണ് കരടിയായിട്ടുള്ള രൂപത്തിൽ ഈ ഋക്ഷരാജനായിട്ടുള്ള ജാമ്പവാൻ ഉണ്ടായത്. ചിരഞ്ജീവി പോലെയാണ്. അപ്പോൾ അത്രയും കൂടുതൽ ആയുസ്സാണ്. ദ്വാപരം കഴിഞ്ഞിട്ടേ യാത്രയാവുള്ളൂ. അങ്ങനെയാണ്.
അങ്ങനെ എൻ്റെ വക്രത്തിൽ നിന്നും മുഖത്തിൽ നിന്നും ജനിച്ചതായിട്ടുള്ള ഈ ജാമ്പുവാൻ നിങ്ങളെയൊക്കെ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞത് കേട്ടപ്പോൾ അതൊരു ആജ്ഞയാണ്. അപ്പോൾ ദേവന്മാർ വാനരന്മാരായിട്ട് അതാത് സ്ഥലങ്ങളിൽ കിഷ്കിന്ധ രാജാവായി, കിഷ്കിന്ധ ഈ രാജധാനിയാണ്, വാനരന്മാരുടെ മൊത്തം ഒറ്റ രാജധാനിയുള്ളൂ അവിടെ. അങ്ങനെ അതിൻ്റെ കീഴിലാണ് എല്ലാവരും ഉണ്ടായത്. ഈ മഹാത്മാക്കളായിട്ടുള്ള ഋഷികൾ, സിദ്ധവിദ്യാധരന്മാർ, നാഗന്മാർ, ചാരണന്മാർ ഇവരൊക്കെ വാനരന്മാരായിട്ട് വന്നു. ഇന്ദ്രൻ മഹേന്ദ്രതുലനായിട്ട് വാനരേന്ദ്രനായിട്ടുള്ള ബാലിക്ക് താപമരുളുന്നതായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള തപനൻ സൂര്യൻ, സുഗ്രീവനും ബൃഹസ്പതി താരൻ എന്ന മഹാകവി, അതേപോലെ ഉത്തമനുമായിട്ടുള്ള വാനരമുഖ്യനുമായിട്ടുള്ള കുബേരൻ, ശ്രീമാനായിട്ടുള്ള ഗന്ധമാദനായിട്ട് വിശ്വകർമാവ് നളൻ എന്ന രീതിയിൽ, പിന്നെ അഗ്നി സദസ്യനായിട്ട് നീലൻ ആയിട്ട്, ഇങ്ങനെ എല്ലാ സൗഭാഗ്യം കൊണ്ടും ധനം കൊണ്ടും സമ്പന്നരായിട്ടുള്ള അശ്വിനി ദേവന്മാർ മൈന്ദൻ വിവിധ് ഇങ്ങനെയായിട്ട് ജന്മം പൂണ്ടു എന്നാണ്. അപ്പോൾ ഇന്ദ്രൻ ബാലിയായി, അതേപോലെ സൂര്യൻ സുഗ്രീവനായി, ബൃഹസ്പതി താരൻ, പിന്നെ കുബേരൻ ഗന്ധമാദൻ, വിശ്വകർമാവ് നളൻ, അതേപോലെ അഗ്നി നീലൻ, അശ്വിനി ദേവന്മാർ മൈന്ദൻ വിവിധ ഇങ്ങനെയുള്ള രൂപത്തിൽ അവർ ജനിച്ചു. വരുണൻ സുഷേണൻ ആയി, അതേപോലെ പർജന്യൻ ശരഭൻ, അതേപോലെ മരുത്തിൻ്റെ പുത്രനായിട്ട് ഹനുമാൻ, മാരുതൻ്റെ ഔരസപുത്രനായിക്കൊണ്ട് ഹനുമാൻ, അതേപോലെ വജ്രദേഹൻ, പിന്നെ വൈനതയൻ ഗരുഡൻ, അത് മറ്റൊരു രൂപത്തിലും ജനിച്ചു. ഹനുമാൻ ഈ എല്ലാ വാനരന്മാരിലും വെച്ചിട്ട് ശൈവാംശമായതുകൊണ്ട് പ്രധാനിയായി, ബുദ്ധിമാനായി, ബലവാനായി, അനേകായിരക്കണക്കിന് ദശഗ്രീവ വധോദ്യരായിട്ടുള്ള രാവണവധം ലക്ഷ്യമാക്കിയ വാനരന്മാർ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. അവർ അളക്കാനാവാത്ത ബലം, എല്ലാ വീര്യപരാക്രമങ്ങൾ, ഇച്ഛ അനുസരിച്ച് രൂപം പ്രാപിക്കാനുള്ള കഴിവ്, മതയാനയെ പോലെയുള്ള 10,000 മതയാനയുടെ ശക്തി, മലയെപ്പോലും പൊടിയാക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള ഭീമാകാരന്മാർ, വൃക്ഷങ്ങൾ, വാനരർ, ഗോപുച്ഛന്മാർ, വാല് നീണ്ടവർ, ക്ഷിപ്രജാതരായി എന്നാണ്. പിന്നെ ദേവന്മാരിൽ നിന്ന് പിറന്നതാണോ ദേവന്റെ രൂപവേഷ പരാക്രമങ്ങളോടെ അവരിൽ ഗോലാങ്കുലന്മാർ, ഗോപുച്ഛന്മാർ, പശുവിൻ്റെ വാല് പോലെ, ഇങ്ങനെ പലരും പല രീതിയിൽപ്പെട്ടതായിട്ടുള്ള ഗണങ്ങളായിട്ടാണ് വന്നത്. ഒക്കെ വാനരന്മാരാണ്. അതുപോലെ പെൺകരടി, കിന്നരി, ദേവസ്ത്രീകളെന്നർത്ഥം, മഹർഷിമാർ, ഗന്ധർവന്മാർ, താർക്ഷ്യൻ, ഗരുഡൻ, യശസ്വികളായ യക്ഷന്മാർ, നാഗന്മാർ, കിംപുരുഷന്മാരുടെ സിദ്ധന്മാർ, പിന്നെ വിദ്യാധരന്മാർ, ഉരക പാമ്പുവിൻ്റെ വംശങ്ങൾ, ഇവരെല്ലാവരും പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള പ്രജകളെ അവിടെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. പിന്നീട് മുഖ്യരായിട്ടുള്ള അപ്സരസ്സുകൾ, വിദ്യാധരികൾ, നാഗകന്യകൾ, ഗന്ധർവ സ്ത്രീകൾ ഇവരൊക്കെ ഈ അവരുടെ ശരീരത്തിലൂടെ വീരന്മാരായിട്ടുള്ള മഹാകായന്മാരായിട്ടുള്ള വനചാരികളായിട്ടുള്ള വാനരന്മാരെ, ചാരണന്മാരെ ഒക്കെ സൃഷ്ടിച്ചു. പിന്നെ ഇഷ്ടം പോലെ രൂപം സ്വീകരിക്കാൻ കഴിവുള്ള ബലവാന്മാരായിട്ടുള്ള യഥാകാമം സഞ്ചരിക്കുന്നവരെ, സിംഹത്തെ പോലെ, പുലിയെ പോലെ ദർപ്പബലങ്ങൾ ഉള്ളവരായി അവരൊക്കെ. നഖം, പല്ല് ഇങ്ങനെയുള്ള പലതും അസ്ത്രശസ്ത്രങ്ങളെക്കാൾ കേമം. അതേപോലെ സർവ അസ്ത്രശാസ്ത്ര വിശാരദർ എല്ലാം അറിയുന്നവരെ നടത്തും. പിന്നെ പർവ്വത പോലെയുള്ള വലിയ വലിയ പാറകളെ ആയുധമാക്കുന്നവർ, മരങ്ങൾ, വലിയ വലിയ മരങ്ങളൊക്കെ പറിച്ചെടുത്ത് ആയുധങ്ങളാക്കുന്നവർ, ഇങ്ങനെ സരിത്പതിയായിട്ടുള്ള സമുദ്രം വരുണൻ, വരുണനോടൊപ്പം സൈന്യം പടകൂട്ടുക അങ്ങനെയുള്ള, അതേപോലെ കാലുകൊണ്ട് ഭൂമിയെ പിളർക്കാൻ കഴിയുന്നവർ,
മേഘമാർഗത്തെ അതിക്രമിച്ചതായിട്ടുള്ള മത്തമാതംഗങ്ങളെപ്പോലും പിടികൂടുന്നവർ, അലർച്ച കൊണ്ട് പക്ഷികളെപ്പോലും നിരമ്പതിപ്പിക്കുന്നവർ, ഇങ്ങനെ മഹാത്മാക്കളായിട്ടുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാനരന്മാർ ഇഷ്ടരൂപം സ്വീകരിക്കാൻ കഴിവുള്ളവരായിട്ട് യൂഥപരമായിട്ട്, അതായത് ഈ സൈന്യാധിപന്മാരുടെ ഗണാധിപന്മാരായിട്ട് ജനിച്ചു എന്ന് സാരം. അതാണ്, സൈന്യാധിപന്മാരായിട്ട് ജനിച്ചു. പിന്നെ ഈ ഹരിയൂഥവന്മാർ, വീരന്മാർ, വാനരന്മാർ, ഋക്ഷവാന്മാർ എന്ന് വെച്ചാൽ കുബേര കൂട്ടർ എന്നർത്ഥം. അങ്ങനെ പലരും പർവ്വതങ്ങളിൽ, കാട്ടിൽ, ഈ പല സ്ഥലങ്ങളിലായിട്ട് വിഹരിച്ചു. അവരവിടെയും ഇവിടെയൊക്കെ താമസിച്ചു എന്നർത്ഥം. സൂര്യപുത്രനായിട്ട് സുഗ്രീവനും ഇന്ദ്രപുത്രനായിട്ട് ബാലി സഹോദരന്മാരായിട്ടാണ് ജനിച്ചത്. അങ്ങനെ ഹരിയൂഥവന്മാർ, പിന്നെ നളൻ, നീലൻ, ഹനുമാൻ ഇവർ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതേപോലെ താർഷ്യന്, ഗരുഡനെ പോലെ ബലമുള്ളവർ എല്ലാവരും യുദ്ധവിശാരദരാണ്. കാട്ടിൽ വിഹരിക്കുന്ന സമയത്ത് സിംഹങ്ങളെയും പുലികളെയൊക്കെ പെരുമ്പാമ്പുകളെയൊക്കെ വധിക്കുക അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. മഹാബലനായിട്ട് മഹാബാഹുവായിട്ട് വിപുലവിക്രമനായിട്ട് ബാലി തൻ്റെ കൈകളുടെ ആ വീര്യം കൊണ്ട് ഋക്ഷ, ഗോപുച്ഛ, വാനരവർഗത്തിൽപ്പെട്ടവരെയൊക്കെ പരിപാലിച്ചു, രാജാവായി എന്നർത്ഥം. പർവ്വത, വന, കൊടുങ്കാടുകളിലൊക്കെ താമസിക്കുന്നവർ, ഭൂമിയിൽ എല്ലാ ദിക്കിലും വിവിധങ്ങളായിട്ടുള്ള രൂപഘടനയുള്ളവർ, അനേക തരത്തിലുള്ള ഈ ലക്ഷണങ്ങളുള്ളതായിട്ട് വേറെ വേറെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായിട്ടുള്ള ഇവർ മതിച്ചിങ്ങനെ നടക്കുകയാണ്. വാനരന്മാരൊക്കെ എല്ലാവരും ദേവാംശമാണ്. മേഘവൃന്ദം പോലെ, അചലകൂടം പോലെ ഉള്ളവർ, മഹാബലന്മാർ, ഭീമശരീരമുള്ളവർ വെച്ചാൽ വലിയ ശരീരം, ശ്രീരാമന് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അവരൊക്കെ ആദ്യമേ തന്നെ ഈ ഗണനാഥന്മാരായിട്ട് വാനരന്മാർക്ക് സൈന്യാധിപനായിട്ട് വന്നു എന്ന് പറയാണ്. ഇനി 18ാമത്തെ സർഗം തൊട്ട് ശ്രീരാമൻ്റെ കഥ, ശ്രീരാമ അവതാരം തൊട്ടുള്ള കഥ പറയാണ്. ഈ അശ്വമേധം, പുത്രകാമേഷ്ടി അതൊക്കെ നന്നായിട്ട് കഴിച്ചതിന് ശേഷം ഈ ഹവിസിൻ്റെ പ്രസാദങ്ങൾ, ഹവിർഭാഗം എന്നതിന് പറയാം, അതൊക്കെ സ്വീകരിച്ചുള്ള ദേവന്മാർ തിരിച്ചുപോയി. യജ്ഞദീക്ഷാ നിയമം അത് സമാപിച്ചു. യജ്ഞദീക്ഷ എന്നുവെച്ചാൽ തീർത്തു എന്നർത്ഥം, മുഴുപ്പിച്ചു, അങ്ങനെയാണ്. അങ്ങനെ ഈ ദശരഥ രാജാവ്, പിന്നെ കൗസല്യ, കൈകേയി, സുമിത്ര ഇവർ, പിന്നെ ഭൃത്യന്മാർ, ദാസികൾ, സൈന്യം, വാഹനങ്ങൾ, മന്ത്രിമാർ ഇവരെല്ലാവരും കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി. സരയൂ നദിയുടെ വടക്ക് ഭാഗത്താണ് യജ്ഞ ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് കൊട്ടാരത്തിലേക്ക് എത്തിയത്. പിന്നെ ഈ രാജാവിനാൽ ആദരിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഭൂമി പാലകർ, മറ്റ് രാജാക്കന്മാരൊക്കെ അതിഥികളായിട്ട് വന്നവർ സന്തുഷ്ടരായിക്കൊണ്ട് ഈ മുനിപുങ്കവന്മാരെയൊക്കെ നമസ്കരിച്ച് അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോയി. ഈ രാജാക്കന്മാരുടെ സൈന്യങ്ങൾ, വെളുത്ത വേഷധാരികളായിട്ടുള്ള അവരൊക്കെ വളരെയധികം എങ്ങനെയാണ് സന്തോഷിച്ചു വെച്ചാൽ അത്രയും കൂടുതൽ സന്തോഷിച്ചു. പിന്നെ രാജാക്കന്മാരൊക്കെ പോയതിന് ശേഷം ദശരഥ രാജാവ് ഈ ബ്രാഹ്മണരെയൊക്കെ വീണ്ടും വിളിച്ചു വരുത്തി അവരെയൊക്കെ ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് നമസ്കരിച്ച്, ചിലവരൊക്കെ തുല്യന്മാരായിട്ടുണ്ട്, അപ്പോൾ അവരെയൊക്കെ ആലിംഗനം ചെയ്ത് അങ്ങനെയൊക്കെ. അതായത് വസിഷ്ഠനൊക്കെ ഗുരുസ്ഥാനത്വമാണ്, സുഹൃത്വമാണ്. അപ്പോൾ അതുകൊണ്ട് ആലിംഗനമൊക്കെ ചെയ്യാൻ സാധിക്കും. സാധാരണ ഗുരുക്കന്മാരെ ആലിംഗനം ചെയ്യാറില്ല. ഗുരുക്കന്മാർക്ക് ഇങ്ങോട്ട് ചെയ്യാം, പുത്രവാത്സല്യത്തോട് കൂടിയിട്ട്. ഇവിടെ അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഇവിടെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ പലരെയും ശാന്തരാക്കിക്കൊണ്ട്, അതേപോലെ പൂജ്യനായിട്ടുള്ള ഋഷ്യശൃംഖനെ ശാന്തയോട് കൂടിയിട്ട് വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് രാജാവ് കുറേ ദൂരം പിന്നാലെ അനുധാവനം ചെയ്തുകൊണ്ട് യാത്രയാക്കി എന്നാണ്. അങ്ങനെ എല്ലാവരും മനസ്സ് നിറഞ്ഞിട്ട് രാജാവിന് പുത്രൻ ഉണ്ടാവണേ എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് ഇവരും അതേ വിചാരത്തോടു കൂടിയിട്ട് നടന്ന് അവരവരുടെ ഗൃഹങ്ങളിലേക്ക്, കൊട്ടാരത്തിലേക്കൊക്കെ എത്തി എന്ന് പറയുകയാണ്. ഇങ്ങനെ ഒരു എല്ലാവർക്കും ഇനി ശുഭപ്രതീക്ഷ അങ്ങനെയുള്ളൊരു സന്ദർഭം. യജ്ഞത്തിന് ശേഷം 6 ഋതുക്കൾ ഇതേപോലെ വന്നു പോയി എന്നർത്ഥം. വസന്തം തൊട്ട് വീണ്ടും വസന്തം എത്തുന്നത് വരെയുള്ള 6 ഋതുക്കൾ, അതിൽ 5 ഋതുക്കൾ കഴിഞ്ഞു. അങ്ങനെ ഒരു 10-ാം മാസം കഴിഞ്ഞു, 11, 12 ആ മാസത്തിൽ ചൈത്രത്തിലെ നവമി തിഥി പുണർദം നാള്
അപ്പോഴേക്കും ഇവർ ഗർഭിണികളൊക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം അതിഥി ദേവതയാണ് നക്ഷത്രം. അങ്ങനെ കൂടിയ ആ ദിവസം 5 ഗ്രഹങ്ങൾ സൂര്യൻ, ചൊവ്വ, ശനി, വ്യാഴം, ശുക്രൻ അവരവരുടേതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ സ്ഥാനത്ത് നിൽക്കുക. 11 കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഈ 12 സ്ഥാനങ്ങളുണ്ട്. 12 സ്ഥാനങ്ങളിൽ നിൽക്കുക എന്നൊരു കണക്കുണ്ട്. അപ്പോൾ അതിൽ സ്വക്ഷേത്രങ്ങളിൽ നിന്നുകൊണ്ട് ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയത്ത് സൂര്യൻ മേടത്തിൽ, ചൊവ്വ മകരത്തിൽ, ശനി തുലാത്തിൽ, വ്യാഴം കർക്കിടകത്തിൽ, ശുക്രൻ മീനത്തിൽ, ഇങ്ങനെ കർക്കിടകത്തിൽ വ്യാഴവും ചന്ദ്രനും നിൽക്കുന്ന സമയത്ത് കൗസല്യ ഈ ജഗന്നാഥനായിട്ടുള്ള സർവലോക നമസ്കൃതനായിട്ടുള്ള ദിവ്യലക്ഷണ സംയുക്തനായിട്ടുള്ള വിഷ്ണുവിൻ്റെ അംശാവതാരം അല്ലെങ്കിൽ അവതാരം, പൂർണ്ണാവതാരം എന്ന് കൂട്ടുക, അങ്ങനെയുള്ള ഭാവത്തിൽ ശ്രീരാമന് ജന്മം നൽകി എന്നാണ്. ലോഹിതാക്ഷൻ, മഹാബാഹു, രക്തോഷ്ഠൻ, ദുന്ദുഭിസ്വനമുള്ളതായിട്ട് ആ ഇക്ഷ്വാകു വംശജനായിട്ട് വിഷ്ണുവിൻ്റെ പകുതി. അങ്ങനെ അമിത തേജസ്സായിട്ട് പുത്രനോട് കൂടിയിട്ട് വജ്രപാണിയായിട്ടുള്ള ദേവേന്ദ്രനോട് കൂടിയിട്ട് അതിഥി എന്ന പോലെ കൗസല്യ ഈ വിഷ്ണു അംശമായിട്ടുള്ള ശ്രീരാമനെ കൊണ്ട് വളരെയധികം എല്ലാവരാലും പുകഴ്ത്തപ്പെട്ടു, വാഴ്ത്തപ്പെട്ടു എന്ന് പറയാണ്. നക്ഷത്രേ അതിഥി ദൈവേത്യേ സ്വച്ഛസ്ഥാനേഷു പഞ്ചസു സ്വച്ഛസംസ്ഥേഷു പഞ്ചസു ഗ്രഹേഷു കർക്കടേ ലഗ്നെ വാക്പദൗ ഇന്ദുനാസഃ പ്രോദ്യമാനേ ജഗന്നാഥം സർവലോക നമസ്കൃതം കൗസല്യ അജനയത് രാമം ദിവ്യലക്ഷണ സംയുതം വിഷ്ണോരർത്ഥം മഹാഭാഗം പുത്രം ഐക്ഷ്വാകുനന്ദനം ലോഹിതാക്ഷം മഹാബാഹും രക്തോഷ്ടം ദുന്ദുഭിസ്വനം. ഇങ്ങനെ കൗസല്യ ശുശുഭേതേന പുത്രേണ അമിത തേജസ യഥാ വരേണ ദേവാനാം അതിഥിർ വജ്രപാണിന ഇങ്ങനെ ശോഭിച്ചു എന്നാണ്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഇനി അവരുടെ പേര് ഇടലാണ്. ഭരതോ നാമ കൈകേയ്യാം ജജ്ഞേ സത്യപരാക്രമ സാക്ഷാൽ വിഷ്ണോശ്ചതുർഭാഗ സർവൈ സമുദിതോ ഗുണൈ അഥ ലക്ഷ്മണശത്രുഘ്നൗ സുമിത്രാജനയൽ സുതൗ വീരൗ സർവാസ്ത്രകുശലൗ വിഷ്ണോരർത്ഥസമന്വിതൗ. ഇനി ഓരോരുത്തരും ജനിച്ചതായിട്ടുള്ള നാളുകളെ പറയാണ്. പുഷ്യേ ജാതസ്തു ഭരതോ മീനലഗ്നേ പ്രസന്നധി സാർപ്പേ ജാതൗ തു സൗമിത്രി കുലീരേഭ്യുദിതേരവൗ. ഇങ്ങനെ സർവഗുണങ്ങളോട് കൂടിയതായിട്ടുള്ള സത്യപരാക്രമിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ 4ൽ ഒരംശം എടുത്തുകൊണ്ട് ഭരതന് കൈകേയി ജന്മം നൽകി. സുമിത്രയ്ക്ക് 2 കുട്ടികൾ പിറന്നു, ലക്ഷ്മണന് ശത്രുഘ്നനും. വിഷ്ണുവിൻ്റെ അർത്ഥഭാഗമായിട്ടുള്ളവർ വീരന്മാരും സർവാസ്ത്ര കുശലന്മാരുമാണ്. എല്ലാ വിദ്യകളും ഉണ്ടെന്ന് സാരം. പ്രസന്ന ബുദ്ധിയോട് കൂടിയിട്ട് ഭരതൻ പിറന്നത് മീനലഗ്നത്തിൽ, സൂര്യൻ മീനത്തിൽ നിൽക്കുമ്പോൾ പൂയം നക്ഷത്രത്തിൽ. ലക്ഷ്മണനും ശത്രുഘ്നനും പിറന്നത് ആയില്യം നക്ഷത്രത്തിൽ. സൂര്യൻ കർക്കിടകത്തിൽ നിൽക്കുന്ന സമയത്താണ് അവർ ഉണ്ടായത്. ശ്രീരാമൻ്റെ ജനനം ഈ പുണർദം നാളിലാണ്, നവമി തിഥിയിലാണ്, ചൈത്രത്തിൽ. അവിടെ പഞ്ചഗ്രഹങ്ങൾ സൂര്യൻ, ചൊവ്വ, ശനി, വ്യാഴം, ശുക്രൻ. ഇവർ സൂര്യൻ മേടത്തിൽ, ചൊവ്വ മകരത്തിൽ, ശനി തുലാത്തിൽ, വ്യാഴം കർക്കിടകത്തിൽ, ശുക്രൻ മീനത്തിൽ. ഇങ്ങനെ കർക്കിടക ലഗ്നത്തിലാണ് ജനിച്ചത് എന്ന് സാരം. കൗസല്യ കർക്കിടക ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുക. ആ സമയത്താണ് ഈ കൗസല്യ രാമന് ജന്മം നൽകിയത് എന്ന് നാളും തിഥിയും മാസവും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഈ 4 പേരും വേറെ വേറെ തന്നെ, എല്ലാവരും വിഷ്ണുവിൻ്റെ അംശങ്ങളാണെങ്കിലും വ്യക്തിത്വത്തിന് വളരെ വ്യത്യാസം. ഗുണവാന്മാരായിട്ട് രൂപത്തിൽ സാദൃശ്യമുള്ളവർ പൂർവോത്തര ഭാദ്രപദ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചു എന്നാണ്. അവർ ജനിച്ച സമയത്ത് ഗന്ധർവന്മാർ പാടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, അപ്സരസ്സുകൾ നൃത്തം ചെയ്തു, ദേവന്മാർ ദുന്ദുഭിവാദ്യങ്ങളൊക്കെ മുഴക്കി പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു. അയോധ്യയിൽ ജനങ്ങൾ ഉത്സവമായിട്ട് അത് ആഘോഷിച്ചു. റോഡുകളിൽ, വീഥികളിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് അവിടെ ആടുക പാടുക എല്ലാം ചെയ്തു. പിന്നെ പാട്ട് പാടുന്നവർക്ക്, വാദ്യഘോഷങ്ങൾ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും രാജാവ് ധാരാളമായിട്ട് സമ്മാനങ്ങളെല്ലാം കൊടുത്തു. അവർക്കായിട്ട് രത്നങ്ങൾ കോരിച്ചൊരിയപ്പെട്ടു എന്നാണ്. അതേപോലെ സൂതമാഗധവന്തികൾ
നന്നായിട്ട് രാജാവിനെ സ്തുതിച്ചു, കുമാരന്മാരെ സ്തുതിച്ചു, അവർക്കൊക്കെ സമ്മാനം കൊടുത്തു. ബ്രാഹ്മണർക്ക് ധാരാളം വേദം ചൊല്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ധാരാളം ധനം മറ്റേ പശുവൊക്കെ കൊടുത്തു, പശുദാനാദി കാര്യങ്ങൾ. ഇങ്ങനെ 11 ദിവസം കഴിഞ്ഞപ്പോൾ നാമകരണ കർമ്മം ചെയ്തു എന്നാണ്. പരമപ്രീതനായിട്ടുള്ള വസിഷ്ഠ മഹർഷി ജ്യേഷ്ഠന് രാമനെന്നും കൈകേയീസുതന് ഭരതനെന്നും സുമിത്രയുടെ പുത്രന്മാർക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും ഇങ്ങനെ പേരിട്ടു. അവിടെ അദിത്യൈകാദശാഹം തു നാമകർമ്മസ്തഥാ കരോത് ജ്യേഷ്ഠം രാമം മഹാത്മാനം ഭരതം കൈകയീസുതം സൗമിത്രീം ലക്ഷ്മണം ഇതി ശത്രുഘ്നം അപരം തഥാ വസിഷ്ഠ പരമപ്രീതോ നാമാനി കുരുതേ തഥാ. പിന്നെ ആ സമയത്ത് മറ്റേ എല്ലാവർക്കും ബ്രാഹ്മണന്മാർക്ക് സദ്യ കൊടുക്കുക, ദാനാദികൾ കൊടുക്കുക, പിന്നെ പൗരജനങ്ങൾക്ക് മുഴുവൻ ഈ അന്നദാനാദികളൊക്കെ കൊടുക്കുക, ബ്രാഹ്മണർക്ക് വിലപിടിച്ചതായിട്ടുള്ള ധനം രത്നം ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക, ജാതകർമാദികളെല്ലാം ചെയ്തതിൻ്റെ ശേഷം പിന്നെ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള രാമൻ വംശത്തിൻ്റെ ഉയർന്നതായിട്ടുള്ള ഏറ്റവും ഉയർന്നതായിട്ടുള്ള അപ്പോൾ പർവ്വതത്തിൻ്റെ കൊടുമുടി, അതേപോലെ കൊട്ടാരത്തിൻ്റെ കൊടിക്കൂറ, ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്. അതേപോലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തെ രാമൻ അലങ്കരിച്ചു. അതേപോലെ എല്ലാവർക്കും സന്തോഷത്തെ പ്രദാനം ചെയ്തു. രാമൻ സന്തുഷ്ടരാക്കി എന്ന് സാരം. അതേപോലെ സ്വയംഭൂവായിട്ട് ബ്രഹ്മാവിനെ പോലെ സമ്മതനായിട്ട് രാമൻ മാറി. എല്ലാവർക്കും വേദവിത്തുക്കൾ, ശൂരന്മാർ, ലോകഹിതന്മാരായിട്ട് ഈ 4 പേരും വളർന്നു വരികയും ചെയ്തു. അതേപോലെ ജ്ഞാനസമ്പന്നന്മാർ, സർവ്വഗുണങ്ങളും തികഞ്ഞവർ, വിശേഷിച്ച് സത്യപരാക്രമൻ, അതേപോലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, ചന്ദ്രനെ പോലെ, ഈ പൗർണമി ചന്ദ്രനെ പോലെ അങ്ങനെ എന്നും നിർമ്മലചിത്തനായിട്ട് തേജസ്വിയായിട്ട് രാമൻ ആനപ്പുറത്ത്, കുതിരപ്പുറത്ത് ഒക്കെ സഞ്ചരിക്കുക, രഥത്തിൽ സഞ്ചരിക്കുക, ധനുർവേദം തൊട്ടുള്ള എല്ലാറ്റിലും വളരെയധികം നിഷ്ണാതനായിക്കൊണ്ട് അച്ഛൻ്റെ ആഗ്രഹത്തെ മുഴുവൻ, അച്ഛനമ്മമാരുടെ ആഗ്രഹത്തെ മുഴുവൻ സാധിപ്പിക്കുന്നതിൽ ശ്രദ്ധാലുവായിട്ട് കുട്ടിക്കാലം മുതൽ എല്ലാ ഐശ്വര്യങ്ങളും ലക്ഷ്മണനൊത്ത് സകലതും ചെയ്തു എന്നാണ് ലോകപ്രിയങ്കരമായിട്ട്. രാമജ്യേഷ്ഠനോട് കൂടുതൽ അടുപ്പം ലക്ഷ്മണനുണ്ടായിരുന്നിനി. രാമൻ്റെ ബഹിശ്ചരണ പ്രാണനായിരുന്നു ലക്ഷ്മണൻ, അതായത് രാമൻ്റെ പ്രാണനായിരുന്നു ലക്ഷ്മണൻ എന്ന് പറയാണ്. ലക്ഷ്മണനെ കൂടാതെ ഈ രാമന് ഉറക്കം കൂടി ഇല്ല. ഉറക്കം ഒക്കെ ലക്ഷ്മണനോട് കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെയാണ്. നായാട്ടിന് പോകുമ്പോൾ പിന്നെ അമ്പും വില്ലും എടുക്കാനായിട്ട് ഇങ്ങനെ സകലതും സേവനം എന്ന രീതിയിൽ ലക്ഷ്മണൻ രാമൻ്റെ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. ലക്ഷ്മണൻ്റെ സഹോദരനായിട്ട് ശത്രുഘ്നൻ ഭരതന് പ്രാണനായിട്ട് മാറി എന്നാണ്. അത് ഈ പായസത്തിൻ്റെ പ്രിയാണ് കാരണം. കൗസല്യ കൊടുത്ത പ്രാണനനുസരിച്ച്, പായസത്തിനനുസരിച്ച് ലക്ഷ്മണൻ രാമന് പ്രാണനായി. കൈകേയി കൊടുത്ത പായസത്തിനനുസരിച്ച് ശത്രുഘ്നൻ ഭരതനും പ്രാണനായി. അങ്ങനെയാണ്. അങ്ങനെ 4 പുത്രന്മാരും ഈ പിതാമഹന് ദേവന്മാരെന്ന പോലെ, അതേപോലെ ഇന്ദ്രൻ, വരുണൻ, യമൻ, കുബേരൻ, ഇങ്ങനെ 4 ദിക്പാലകരാണ് പ്രിയപ്പെട്ടവരായിട്ട് തീർന്നു. അവർ പഠിച്ച് ജ്ഞാനമൊക്കെ നേടി വിനീതരായി, കീർത്തിമാന്മാരായി, സർവജ്ഞരായി, ദീർഘദർശികളായി, അതേപോലെ ദീപ്ത തേജസ്സുകളായിട്ടുള്ള മക്കളെ കൊണ്ട് വളരെയധികം രാജാവ് ദശരഥൻ സന്തോഷിച്ചു. ലോകാധിപൻ എന്ന നിലയ്ക്ക്, പിന്നെ മനുഷ്യന്മാരിൽ പുലി എന്ന നിലയ്ക്ക് വേദാധ്യയനം മറ്റു കാര്യങ്ങളെല്ലാം ധനുർവേദം തൊട്ടുള്ള എല്ലാം ഒരേപോലെ തന്നെ പഠിപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു. സദാ ശുശ്രൂഷ, അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക എന്ന താല്പര്യവും ഈ രാമൻ ചെയ്തായിരുന്നു എന്നാണ്. അതേപോലെ വേഗം പോയിട്ട് ഗാരിപുത്രനായിട്ടുള്ള വിശ്വാമിത്രൻ വന്നിരിക്കുന്നു എന്ന് ഒരു ദിവസം പറയുകയാണ്. പെട്ടെന്ന് കഥ പറയുകയാണ്. അതുകൊണ്ടാണ്. അതായത് രാജാവ് ഈ ഉപാധ്യായന്മാർ, ബന്ധുക്കൾ, മന്ത്രിമാർ എല്ലാവരും കൂടിയിട്ട് അവിടെ താമസിക്കുകയാണ്. ആ സമയത്ത് ഈ 12 വയസ്സ് അങ്ങനെ ഒരു സമയം, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമയമാണ്. അപ്പോൾ 10-12 വയസ്സായ സദൈ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. 16 വയസ്സിലാണ് വിവാഹം എങ്കിലും ഇവിടെ പലതും ആലോചിച്ചു. കുട്ടികളെയൊക്കെ ആദ്യമേ തന്നെ കണ്ടുവയ്ക്കുക, അങ്ങനെയൊക്കെ പതിവുണ്ട്. സ്വയംവരായിട്ട് വേണോ, മറ്റിച്ച് വേണോ, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് രാജാക്കന്മാർ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിശ്വാമിത്ര മഹർഷി അവിടെ വന്നത്. അപ്പോൾ മഹാരാജാവിനെ മുഖം കാണിക്കണം എന്ന് താല്പര്യപ്പെട്ടു എന്നതാണ് കഥ. അപ്പോൾ അതിനെ ആ ശ്ലോകത്തിൽ അങ്ങനെയാണ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അങ്ങനെ വിശ്വാമിത്ര വന്നിരിക്കുന്ന കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പരിഭ്രമിച്ചുകൊണ്ട് രാജാവ് രാജഭവനത്തിൻ്റെ പുറത്ത് വിശ്വാമിത്രനെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നു. വസിഷ്ഠ തുല്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചു. വാക്കുകളെ കൊണ്ട്, അതേപോലെ മറ്റേ പൂജാദികളെ കൊണ്ട് പുരോഹിതന്മാരെയൊക്കെ കൂട്ടി ബ്രഹ്മാവിനെ ഇന്ദ്രൻ എന്ന നിലയ്ക്ക്
വിശ്വാമിത്രനെ ഈ ദശരഥ രാജാവ് സ്വീകരിച്ചു, പൂജിച്ചു എന്നാണ്. അതേപോലെ അതിതേജസ് കൊണ്ട് ജ്വലിക്കുന്നതായിട്ട് ആ തപസ്വിയായിട്ടുള്ള വിശ്വാമിത്രനെ കണ്ട് രാജാവ് പൂജിച്ചതായിട്ടുള്ള വിധത്തെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു. അതേപോലെ കുശലാദികളെല്ലാം ചോദിച്ചു. പിന്നെ ഈ അയോധ്യാപട്ടണത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ വർധനവ്, മറ്റു കാര്യങ്ങളൊക്കെ, ജനപദത്തിൻ്റെ സുഖം, ബന്ധുജനങ്ങളുടെ സന്തോഷം, സുഹൃത്തുക്കളുടെ ക്ഷേമം, ഇങ്ങനെ പലതും നന്നായിട്ട് ചോദിച്ചു. സാമന്ത രാജാക്കന്മാരെല്ലാവരും മറ്റേ സഹായം തരണില്ലേ, കപ്പം തരണില്ലേ, ശത്രുക്കളൊന്നുമില്ലല്ലോ, പിന്നെ ദേവപൂജാതി കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ നടക്കണില്ലേ, മനുഷ്യരക്ഷ നന്നായിട്ട് നടക്കണില്ലേ, ഇങ്ങനെ വസിഷ്ഠനെ സമീപിച്ചിട്ട് ഈ വിശ്വാമിത്രൻ കുശല പ്രശ്നങ്ങൾ ധാരാളമായിട്ട് രണ്ടുപേരോടും ചോദിച്ചു എന്നാണ്. മറ്റു ഋഷിമാർ, ബ്രാഹ്മണരെ, ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്ര മഹർഷിയെ പൂജിച്ചുകൊണ്ട് ഈ വസിഷ്ഠനായാലും രാജാവായാലും മറ്റ് ഋഷികളായാലും ഇനി ഇന്ന ആളെന്നില്ല, എല്ലാവരും ഒരേപോലെ തന്നെ ജനങ്ങളായാലും ഒക്കെ ഈ രാജാവിൻ്റെ ഒരു സന്തോഷം ഇതേപോലെയുള്ള മഹാബ്രാഹ്മണർ വന്നാലാണ് ഉണ്ടാവുക. അപ്പോൾ അത് വന്നത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമായി എന്ന് പറയുകയാണ്. അതിനുശേഷം ഈ മക്കൾ ഇല്ലാതെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ വന്ന മക്കളെ കിട്ടിക്കഴിഞ്ഞാലുള്ള സന്തോഷം ഉണ്ടല്ലോ, അതിനെയൊക്കെ നല്ലോണം ഓർത്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷത്തിന് കാരണമായില്ലോ. അല്ലയോ മഹാമുനെ, ഇത് നിങ്ങളെ പോലെയുള്ളവരുടെ അനുഗ്രഹം കൊണ്ടാണ് സാധിച്ചത് എന്നെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഋഷ്യശൃംഖനായാലും വിശ്വാമിത്രനായാലും ഇതൊക്കെ സാധിക്കും. അതാണ് അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം. തുല്യത കൊടുത്തു, അതുകൊണ്ടാണ്. അതൊക്കെ ബഹുമാനിക്കലാണ്. അങ്ങയുടെ ഏത് ഇച്ഛയാണ് ഞാൻ സാധിപ്പിച്ചു തരേണ്ടത് എന്ന് വിനയപൂർവ്വം ദശരഥ രാജാവ് മഹർഷിയോട് ചോദിച്ചു, വിശ്വാമിത്രനോട് ചോദിച്ചു. അങ്ങ് എൻ്റെ സേവനത്തിന് പാത്രമാകുക എന്നുള്ളത് ഈശ്വരാനുഗ്രഹം എനിക്ക് കിട്ടുന്നതിന് തുല്യമാണ്. ഇപ്പോൾ എൻ്റെ ജന്മം സഫലമായിരിക്കുന്നു അങ്ങയുടെ ഈ വരവ് കൊണ്ട് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഈ വിപ്രന്മാരിൽ ഇന്ദ്രനായിട്ടുള്ള അങ്ങയെ എനിക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് പ്രഭാതം സൂര്യൻ വന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ കൂട്ടത്തിലാണ് ഈ അജ്ഞാനത്തിലിരുന്ന ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജ്ഞാനം തരാൻ വേണ്ടിയിട്ട് ഈ വിശ്വാമിത്ര മഹർഷി ജ്ഞാനസ്വരൂപനായിട്ട് വന്ന പോലെ. അപ്പോൾ രാത്രി ഇല്ലാണ്ടാവുമല്ലോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, മഞ്ഞ് ഇല്ലാണ്ടാവുമല്ലോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, അതാണ് ഉദ്ദേശിച്ചത്. ആ രീതിയിൽ ഉപമയെല്ലാം പറഞ്ഞുകൊണ്ട് രാജാവ് വിശ്വാമിത്ര മഹർഷിയെ പൂജിച്ചു, സന്തോഷിപ്പിച്ചു, വാക്കുകളെ കൊണ്ടും മറ്റ് പല കാര്യങ്ങളെ കൊണ്ടും. അങ്ങയുടെ ഈ വരവ് അത്ഭുതമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് എന്തിനാണ് വന്നത്? ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? എന്തെങ്കിലും പ്രത്യേകിച്ച് ഉദ്ദേശമുണ്ടോ? ശുഭക്ഷേത്രത്തിലെത്താനുള്ള കാരണം എന്താണ് എന്ന് വെച്ചാൽ, ഈ രാജഗൃഹത്തിൽ മഹർഷി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവിടെ എന്തെങ്കിലും പുതിയതായിട്ടൊരു സംഗതി നടക്കാനുണ്ടാവും. അത് എന്താണ് എന്നാണ് ചോദിച്ചത്. അത് സാധിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്. കാര്യം പറഞ്ഞോളൂ, അത് നിർവഹിച്ച് തരാം, അതിന് സംശയം വേണ്ട കേട്ടോ. ഇങ്ങനെ ഞാൻ കർത്താവാണെങ്കിൽ അങ്ങ് ചെയ്യിക്കുന്ന ഈശ്വരഹിതം ആയിട്ട് എനിക്കത് അനുഭവപ്പെടും. അതുകൊണ്ട് അത് ഈശ്വരാനുഗ്രഹത്തിന് കാരണമാവുമല്ലോ, എന്നെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കണേ എന്ന് പറയുകയാണ്. അഭ്യുദയമാണ് ഇതുകൊണ്ട് എനിക്ക് കിട്ടുക, മാത്രമല്ല മുക്തിയും കിട്ടും. അങ്ങയുടെ വരവ് കൊണ്ട് തന്നെ ഞാൻ പൂർണ്ണനായി, മാത്രമല്ല ഈശ്വരാനുഗ്രഹം കിട്ടി. ഈ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ ഇതേപോലെയുള്ള മഹർഷിമാരാണ് വന്നിട്ട് സാധിപ്പിച്ചു തരാം. അതിപ്പോൾ എനിക്ക് യശസ്സും കൂടി ഉണ്ടാക്കി തന്നു. അങ്ങനെയുള്ള അതിവിശിഷ്ടനായുള്ള മഹർഷിയുടെ കാല് പിടിച്ചുകൊണ്ട് വിനീത ഭാവത്തോടു കൂടിയിട്ട് ഏറ്റവും നല്ല നല്ല വാക്കുകളെ മധുരമായി പറഞ്ഞുകൊണ്ട് ഈ ഹൃദയം തമ്മിൽ ഒന്നാവുക എന്നൊരു താതാത്മ്യം, അതിനു വേണ്ടിയിട്ട് വാക്കുകളെ പറഞ്ഞു. രണ്ടുപേരും ഒരേപോലെ അത് കേട്ടു നിന്നവരും സന്തോഷിച്ചു, പരമാനന്ദത്തെ സ്വീകരിച്ചു എന്ന് പറയാണ്. ഇനി ആ വിശ്വാമിത്ര മഹർഷി അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നതായിട്ട് ചില കാര്യങ്ങൾ അതാണ് ഇനി പറയുന്നത്. ഇതൊക്കെ ഇനി കൂട്ടിക്കൊണ്ടു പോകുന്നത് യാഗം ചെയ്യാൻ, യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ്.